ഭയങ്കര റിസ്കി കേവ് ഡൈവിംഗ് പോലെ അതിനേക്കാളും നല്ല റിസ്ക് ഉള്ളതാണ്. ജോയിയെ കാണാതായ ആദ്യ മണിക്കൂർ മുതൽ നീണ്ട 48 മണിക്കൂർ ജോയിക്കായി മാലിന്യം നിറഞ്ഞ വെള്ളത്തിൽ തിരച്ചിൽ നടത്തിയ കേരള ഫയർഫോഴ്സിലെ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഇപ്പോൾ നമ്മോടുള്ളത്. മനുഷ്യർ മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ആ ഒരു പരിശ്രമം എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ അറിയിക്കുന്നു പറഞ്ഞാൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോകണം. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയത്. ഈ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രാന്തപ്രദേശങ്ങളിലെ എല്ലാ വേസ്റ്റും അതിനകത്തുണ്ട്. പക്ഷേ നമുക്കത് ചെയ്തേ പറ്റൂ. നമുക്ക് ഈ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരാൾ വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോഴത്തേക്കും അതിന് സൈഡിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. നമുക്ക് അതിന് എന്തായാലും ആ ഒരു ഉദ്യമം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേസ്റ്റ് എല്ലാം കൂടി വന്നത് അടിഞ്ഞ് മുകളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ താഴെ അതേ ലെങ്ത് തന്നെ താഴെയുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടിയാണ് നമുക്ക് ഡൈവ് ചെയ്ത് ഉള്ളിലേക്ക് പോകേണ്ടത്. ഈ വേസ്റ്റുകൾ ഈ ഡ്രൈവർമാരെ മണ്ടയിലേക്ക് വന്ന് വീണ് പോയാൽ എന്ന് പറഞ്ഞാൽ സ്വയം ജീവൻ പോലും പിന്നെ നമുക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലേ എന്നുള്ള ആ ഒരു ഭയപ്പാടിൽ തന്നെയാണ് നമ്മുടെ ഡ്രൈവർമാർ ഈ ഉള്ളിലേക്ക് പോയത്. ഫയർഫോഴ്സ് ഒരു ആൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് അറ്റം വരെ അയാളെ കണ്ടുപിടിക്കുന്നത് വരെ ഫയർഫോഴ്സിന് ഒരു തീരുമാനമുള്ളൂ. അയാൾ ഇതിനകത്ത് തന്നെ ഉണ്ട്, ആ അപകടത്തിലുണ്ട് എന്നുള്ളത്. ഈ വെള്ളത്തിലിറങ്ങിയ മുഴുവൻ ജീവനക്കാരുടെയും സ്കിന്ന് പരിശോധിക്കുക, മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. പിന്നെ ഞങ്ങളൊരു സീയിലെ ഒരു ഡൈവോടെ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരും കടലിൽ പോയി ഒന്ന് മുങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം സ്വാഭാവികമായിട്ട് ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവൻ തിരികെ എത്തിക്കുന്നതിന് സമാനതകളില്ലാത്ത പോരാട്ടമാണ് കഴിഞ്ഞ 2 ദിവസമായി കേരള ഫയർഫോഴ്സും അവരുടെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘവും നടത്തിയത്. ഇനി അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഇവിടെ കഴുകിക്കളയുകയാണ്. ബിജു വിഎസിനൊപ്പം ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ ജെബി ചേരുന്നു. ഒപ്പം ജിബിൻ, ഗുഡ് മോർണിംഗ്. ഒപ്പം ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗമായ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഇടപെടലുണ്ടല്ലോ. ഒപ്പം ജിബിൻ ഈ റിപ്പോർട്ട് ചെയ്തതിലും എനിക്ക് വ്യക്തിപരമായി സന്തോഷം തോന്നുന്നു. കാരണം ഇവരെ എങ്ങനെയാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക, എത്രത്തോളം അഭിമാനത്തോടെയും എത്രത്തോളം സന്തോഷത്തോടെയുമാണ് നമുക്ക് ഇവരുടെയൊക്കെ കാര്യം പങ്കുവെക്കാൻ കഴിയുക എന്ന് ഞാൻ തുടക്കം മുതൽ ആലോചിച്ചുകൊണ്ടേയിരുന്നൊരു കാര്യമാണ്. ഏതായാലും അത് ഗംഭീരമായി, നന്നായി. അവരുടെ ഇടപെടലുണ്ടല്ലോ, അത് നമുക്ക് വാക്കുകളിൽ പറഞ്ഞ് തീർക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് മോത്തി. ഈ ആമേഴ്ജൺ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ഈ തോട്ടിൻ്റെ ഉള്ളിലേക്ക് മാലിന്യം നിറങ്ങിയ ഈ ചാലിലേക്ക് അകപ്പെട്ടു പോയ ജോയിയുടെ ജീവൻ ഏതെങ്കിലും വിധേയനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഈ ടീമിൽ അത് നമ്മുടെ കേരള ഫയർഫോഴ്സിനും അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ സ്കൂബ ഡൈവിംഗ് സംഘവും ഇവരാണ് ഈ ഒരു രക്ഷാദൗത്യത്തിലെ റിയൽ ഹീറോസ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ തന്നെ സാധിക്കും. കാരണം ഈ ജോയിയെ കാണാതായ ആദ്യ മണിക്കൂറിൽ തന്നെ ആദ്യം രക്ഷയ്ക്കായി അവിടെ ഓടിയെത്തുന്നത് ഫയർഫോഴ്സാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയോടുകൂടിയാണ് ഈ ഫയർഫോഴ്സ് സംഘത്തിന് ഒരു അറിയിപ്പ് കിട്ടുന്നത്. അതിനുശേഷം ഇവർ അവിടെ ഓടിയെത്തുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പലരും ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇതുപോലെ ഈ ഒരു ആമേഴ്ജൺ തോട്ടിലേക്ക് ഒരാൾ വീണിട്ടുണ്ടോ, അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് വീണിട്ടുള്ള ആളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്രയും അധികം സമയം എന്നൊക്കെ തന്നെ ആദ്യ ദിവസം വൈകുന്നേരം ഒക്കെ ആയ സമയത്ത് പലരും ഒരു ആശങ്കയൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴും ഫയർഫോഴ്സും ഈ സ്കൂബ ഡൈവിംഗ് സംഘവും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരാൾ ഇതിനുള്ളിൽ അകപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അയാൾ ജീവനോടെ അയാളുടെ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ലഭിക്കുന്നത് വരെ അവർ ഈ ഒരു രക്ഷാദൗത്യം തുടരുമെന്നാണ് ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും ആ ഒരു സമയത്ത് അറിയിച്ചത്. അതായത് ഒരു മനുഷ്യജീവന് ഏറ്റവും അധികം വില നൽകുന്ന ഒരു സംഘമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഫയർഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഒരു അവസരത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗ്യാസിന് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഫയർഫോഴ്സിനെ അറിയിച്ചാൽ പോലും ആദ്യം ഓടിയെത്തുന്നത് ഈ ഫയർഫോഴ്സ് സംഘമാണ്. അത് അവിടുന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത് മനുഷ്യൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇവർ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഈ ജോയിയെ സംബന്ധിച്ച് ജോയിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഫയർഫോഴ്സിൻ്റെ, അതായത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ ഈ 48 മണിക്കൂർ ഇവർ നടത്തിയെന്നുള്ള കാര്യം നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഉറപ്പ് പറയാൻ സാധിക്കും. കാരണം ഞാനും അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഇത്രയും സമയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ അവിടെ ചെന്ന്, അതായത് നമുക്ക്
മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമിഴഞ്ചാൻ തോടും അതിനുള്ളിലെ ആ ഒരു ടണലും ഒക്കെ തന്നെ. അവിടെയാണ് ഇവർ ഈ ഒരു മുഴുവൻ മാലിന്യം നിറഞ്ഞ തോട്ടിനുള്ളിലേക്ക് തല പോലും മുങ്ങുന്ന രീതിയിൽ ഇറങ്ങിക്കൊണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമം നടത്തുന്നു. ഒരു തവണ ഇതൊന്നും നമ്മൾ ഇനി വാക്കുകൾ കൊണ്ട് എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല. അതിന്റെ പ്രാധാന്യം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരാശങ്ക പോലും എനിക്ക് തോന്നുന്നു ജിബിൻ. ഇതൊക്കെയും ദൃശ്യങ്ങളിലൂടെ എല്ലാവരും കണ്ണിമച്ചുമാതെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താണ് ഇനി സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവരിതിൽ ഈ ഇടപെടൽ നടത്തുന്നത് എന്നൊക്കെ.